യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീ സാബു കെ എൻ. രാമബ്രഹ്മാഖ്യ വിപ്രേന്ദ സുപുത്രം ലോകവിശ്രുതം നാമസങ്കീർത്തനധ്യാന ഭുജനാസക്തമാനസം കാമക്രോധാദിരഹിതം രാമഭക്തശിരോമണിം ത്യാഗരാജഗുരും വന്ദേ സംഗീതാബ്ദിം കലാനിധിം ത്യാഗരാജഗുരും വന്ദേ സംഗീതാബ്ദിം കലാനിധിം. സ്വാഗത പ്രസംഗത്തിനായി നൃത്തസംഗീത സഭ വൈസ് ചെയർമാൻ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ശോഭന ജോർജ് XMLA, ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന നമുക്ക് ഏവർക്കും ബഹുമാന്യനും പ്രിയങ്കരനുമായ ശ്രീ കെ ജയകുമാർ സാർ അവർകളെ, ശ്രീ KP ശങ്കരദാസ് സാർ, കാരക്കാമണ്ഡപം വിജയകുമാർ, ശ്രീ G മാധവദാസ്, KP ശങ്കരദാസ് സാർ, ഇന്ന് നമ്മളിവിടെ ഈ ചടങ്ങിൽ ആദരിക്കുന്ന സംഗീത ആചാര്യൻ പ്രൊഫസർ PR കുമാരവർമ്മ സാർ, ഡോക്ടർ KR ശ്യാമ, ഡോക്ടർ സമ്പത്ത്, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സംഗീത ഗുരുനാഥന്മാർക്കും ശ്രീ ചിത്തിരനാൾ സംഗീത നാട്യകലാകേന്ദ്രത്തിലെ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ചിത്തിരനാൾ നാട്യകലാകേന്ദ്രം ഒരു വർഷം വിവിധ കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ശ്രീ ത്യാഗരാജ സ്വാമി ആരാധന. ഇത് 176ാമത് സമാധി ആരാധനാ മഹോത്സവമാണ്. ശരിക്കും പറഞ്ഞാൽ ജനുവരിയാണ്. നമ്മൾ ഇപ്രാവശ്യത്തിൽ നടത്താൻ വൈകി. എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നൃത്തസംഗീത സഭയുടെ നെടുന്തൂണായി എപ്പോഴും പ്രവർത്തിച്ച് ഈ സഭയ്ക്ക് വേണ്ടി എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്ന ശ്രീമതി ശോഭന ജോർജ് XMLA, ഇപ്പോൾ ഔഷധിയുടെ ചെയർപേഴ്സണാണ്. ഇന്ന് കൃത്യസമയത്ത് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ശ്രീമതി ശോഭന ജോർജ് അവർ ഇവിടെ എത്തി. സഭയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കെ ജയകുമാർ സാറാണ്. സാറിനെ പറ്റി പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു IAS ഉദ്യോഗസ്ഥൻ, ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാർ ഒത്തിരി ഉണ്ട്. സാധാരണ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ നമുക്ക് വളരെ കുറച്ച് പേര് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഈ IAS അല്ലാതെ ചില
അംശങ്ങൾ അവർ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ സേവനങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തും മലയാളം സംസ്കൃത സർവകലാശാല 4 വർഷം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത് അല്ലേ സാർ? 4 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് അതിൻ്റെ എല്ലാ സ്ട്രക്ചറും നല്ല എല്ലാ കോഴ്സുകളും തുടങ്ങി അത്ര കണ്ട് അത് വിപുലമാക്കി സാറ് അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗം. അതിലുപരി ഒരുപാട് മലയാള ഗാനങ്ങൾ ഗാനരചനയിൽ കൂടിയും കവിയായിട്ടും എല്ലാ രീതിയിലും നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗാനങ്ങൾ സാറിൻ്റെ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളുണ്ട്. നമ്മുടെ ശ്യാമ വരെ പാടിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ ട്യൂൺ ചെയ്ത ഒരു പാട്ട്. അങ്ങനെ ഒരുപാട് പേര്. അപ്പം അങ്ങനെ അതിലുപരി ചിത്രരചന, അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ചിത്രങ്ങൾ സാറിൻ്റെ ഒരിക്കൽ എക്സിബിഷൻ നടത്തി. അതായത് തിരുവല്ല ജയശങ്കറിന് ഒരു ഇതേപോലെ സാറ് അത് അറിഞ്ഞില്ല, ഞങ്ങൾ ഇവിടെ ബൈലോപ്പള്ളിയിൽ വച്ച് സാറിൻ്റെ പടങ്ങളും തിരുവല്ല ജയശങ്കറിൻ്റെ പടങ്ങളും എല്ലാം കൂടി വച്ച് വലിയൊരു എക്സിബിഷൻ നടത്തുകയുണ്ടായിരുന്നു. സാർ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഒരു സർവകല വല്ലവനാണ്. അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അങ്ങനെ നമുക്ക് ഒരു ഉദ്യോഗസ്ഥനുപരി എല്ലാവർക്കും എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള സംഭാവന നൽകിയ ജയകുമാർ സാറാണ് ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. വളരെ നേരത്തെ തന്നെ സാറ് ഇന്നിവിടെ വരാൻ തയ്യാറായിരുന്നു. പക്ഷേ നമുക്കാണ് ഒരു സ്വല്പം താമസം സംഭവിച്ചത്. എന്തായാലും അതിന് സാറിനോടൊരു ക്ഷമയും കൂടി ചോദിക്കുകയാണ്. എന്തായാലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയ ജയകുമാർ സാറിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ഞാൻ പേര് പറഞ്ഞുകൊണ്ട് സ്വാഗതം ആശംസിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും പറയുവാനില്ല. KP ശങ്കരദാസ് സാറ്, അദ്ദേഹം നമ്മുടെ വലിയ ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നു. കാരക്കാമണ്ഡപം വിജയകുമാർ, അതേപോലെ തന്നെ ശോഭന ജോർജ് സാറിനെ പറ്റി, മേഡത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒരുപാട് പേരുണ്ട്. ബാലേന്ദ്രൻ സാറ്, അദ്ദേഹം ഇതിൻ്റെ ജനറൽ കൺവീനറാണ്. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ബാക്കി ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പഞ്ചരത്ന പരിപാടിയിൽ പാടുവാൻ എത്തിയിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന കുമാരകർമ്മ സാറ്, ഡോക്ടർ KR ശ്യാമ, ഡോക്ടർ N സമ്പത്ത്, ഇവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി നൃത്ത സംഗീത സഭാ ചെയർപേഴ്സൺ ശ്രീമതി ശോഭന ജോർജ് XMLA മാഡത്തെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ K ജയകുമാർ, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ത്യാഗരാജ സ്വാമികളുടെ ആരാധന മഹോത്സവം നടത്തുന്ന ഡേറ്റുകളൊക്കെ കഴിഞ്ഞു. പക്ഷെ എല്ലാ പരിപാടിയും പോലെയല്ല എന്നുള്ളത് കൊണ്ട് എന്തായാലും ഇതിനൊരു മുടക്കം വരരുത് എന്നുള്ള തീരുമാനമുണ്ടായി. ഞാൻ ശ്രീ ചിത്രനാൾ സംഗീത നാട്യ കലാകേന്ദ്രത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എന്നെപ്പോലെയോ എന്നെക്കാട്ടിലധികമായിട്ടോ ഈ കേന്ദ്രത്തെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് തലമുറകളുടെ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് എന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. വാക്കുകളൊന്നും നീട്ടുന്നില്ല. കാരണം വാക്കുകൾ നീട്ടാൻ പോയാൽ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ആരാധനാ മഹോത്സവത്തിന് താമസം നേരിടും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ കൂപ്പുകൈ അർപ്പിക്കുന്നു. ഇവിടെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും അതുപോലെ ഇവിടുത്തെ ഈ കീർത്തനത്തിൽ പങ്കെടുക്കുന്നവരും ഉൾപ്പെടെ നമ്മുടെ ശങ്കർ സാറുണ്ട്, ഇവിടെ കാരക്കാമണ്ഡപം വിജയകുമാറുണ്ട്, അതുപോലെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹം, ഞാൻ MLA ആയിരിക്കുമ്പം അദ്ദേഹം സെക്രട്ടറിയും പിന്നെ ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു. അതിലൊക്കെ ഉപരിയുള്ള ഒരു ആത്മബന്ധം ഞങ്ങളിലുണ്ട്. തീർച്ചയായും വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെയൊരു ചടങ്ങിൽ വെച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം.
അധ്യക്ഷ ആദരണീയായ ശ്രീമതി ശോഭന ജോർജ്, സ്വാഗതം ആശംസിച്ച ശ്രീ വക്കം വേണുഗോപാൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് അഭ്യുദയകാംക്ഷികളെ, കലാകാരന്മാരെ, നമ്മൾ ആദരിക്കുന്ന കുമാരകേരളവർമ്മ, ഡോക്ടർ ശ്യാമ, ഡോക്ടർ സമ്പത്ത് തുടങ്ങിയ പ്രഗത്ഭമതികളെ, എൻ്റെ മുമ്പിലുള്ള സംഗീത പ്രേമികളെ, ഇവർക്ക് നമസ്കാരം. ഈ ത്യാഗരാജ ആരാധന മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ വലിയൊരു സംഗീതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കുവാൻ മാത്രം ഒരു വകതിരിവില്ലായ്മ എന്നെ ഇനിയും പിടികൂടിയിട്ടില്ല. വാർദ്ധക്യമാകുമ്പോൾ ആളുകൾക്ക് വകതിരിവില്ലായ്മ വരും. ഞാനിങ്ങനെ ദിവസം നോക്കുന്നുണ്ട്, കുഴപ്പമായോ ഇല്ല, ഇതുവരെ ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള നമ്മുടെ ഒരു അപ്പാരറ്റസ് ഉണ്ട്. അത് പോയപ്പോഴാണല്ലോ ഈ വകതിരിവ് പോകുന്നത്. നമ്മൾ പറയുന്നത് ഭയങ്കര ഉഗ്രൻ സംഗതിയാണെന്നും അതിങ്ങനെ ആളുകൾ ആനന്ദത്തിൽ ആറാടിയിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചു പോകും. അങ്ങനെയുള്ള ധാരണ പിശകുകളൊന്നും ഇതുവരെ എനിക്കില്ല. അതുകൊണ്ട് ദീർഘമായൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ പറയേണ്ടത് എന്താണ്? ഇവിടെ പറയേണ്ടത് ഒരു ആരാധനാ മഹോത്സവമാണ്. ത്യാഗരാജസ്വാമികളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ നടത്തുന്ന സംഗീത ആരാധനയാണ്. ആരാധന എന്നുള്ള വാക്കാണ് ഏറ്റവും കൃത്യമായിട്ടുള്ളത്. ഞാനൊരു സംഗീതജ്ഞനോ സംഗീത പണ്ഡിതനോ ഒന്നുമല്ല. പക്ഷെ സംഗീതം കേട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ അത് സ്പർശിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിൽക്കാൻ ഞാൻ അർഹതയുള്ളവനാണ് എന്ന് കരുതുന്നു. ഈ കാലഘട്ടത്തിൽ കർണാടക സംഗീതത്തിന്, അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തിന്, കർണാടകം മാത്രമല്ല ക്ലാസിക്കൽ സംഗീതത്തിന് നിലനിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തെപ്പറ്റി അല്ലെ നമ്മുടെ കാലഘട്ടത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഒഴികെ മറ്റുള്ളവർ എന്ന് അർത്ഥമാക്കേണ്ട, നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ നമ്മളറിയാതെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. ആ ജീവിത ശൈലിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പേസ്, ഒരു ഗതി. നിങ്ങൾ പിന്നെ സംഗീതത്തിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കാലം, ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലമില്ലേ? ഭയങ്കര സ്പീഡിലുള്ള ഒരു ജീവിതമാണ് നമ്മളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നിനും ക്ഷമയില്ല. ഇപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഇൻസ്റ്റൻ്റായിട്ട് വൈഫൈ കിട്ടണം, 4 പ്രാവശ്യം ഇങ്ങനെ കറങ്ങിയാൽ അമ്മേ കണക്ടിവിറ്റി മോശമാണെന്ന് തോന്നുന്നു എന്ന് വിളിച്ച് പറയും. ആ വൈഫൈ ഒന്ന് ഓൺ ചെയ്യൂ. ഇന്ന് രാവിലെയും കൂടെ എൻ്റെ കൊച്ചുമോളിരുന്നു, അപ്പനാണ് രാത്രി വൈഫൈ ഓഫാക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. വൈഫൈ ആരും ഓഫാക്കാറില്ലെന്നാണ്. കാരണം അത് ഓണായി വരാനുള്ള ഒരു 2 മിനിറ്റ് എടുക്കുമല്ലോ. അതുപോലും ക്ഷമയില്ല. ക്ഷമ നഷ്ടപ്പെട്ടതാണ്, അഥവാ ക്ഷമിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതാണ്. ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നമുക്ക് ഉത്കൃഷ്ടമായ കാര്യങ്ങൾ നേടാമെന്നുള്ള വിചാരം നഷ്ടപ്പെട്ടു പോയതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അവർ ക്ലാസിക്കൽ കലകളിലേക്ക് നോക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ പ്രകൃതിയിലേക്ക് നോക്കുന്നില്ല. കാരണം ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് അയാൾ അല്ലെങ്കിൽ ആ കുട്ടി പരിചയപ്പെടുന്നത്? ഒരു വിത്ത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ, നല്ല മണ്ണിളക്കി വളമൊക്കെ ഇട്ട് ഒരു വിത്ത് അവിടെ കുഴിച്ചിട്ടാൽ ആ മണ്ണിൻ്റെ ഏകാന്തതയിൽ, സർഗാത്മകമായ ഏകാന്തതയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഈരില പൊട്ടും. ആ പൊട്ടുന്ന അത്ഭുതം കണ്ട കുട്ടിക്ക് മാത്രമേ കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം അറിയാൻ സാധിക്കൂ. അതാണ് ഇല്ലേ ONV സാറിൻ്റെ ഒരു കവിതയില്ലേ? എന്താണ്? ഓരോ ദിവസം ഇങ്ങനെ നട്ടിട്ട് ഇട്ടിട്ട് അതിൻ്റെ ഞാൻ പിഴുതു നോക്കുകയാണ്, ആ വേര് വന്നതെന്നറിയാം. വരികൾ ഞാൻ മറന്നുപോയി. പിഴുതു നോക്കുന്നു വേരെണ്ണാൻ എന്നൊരു ഇതില്ല. വേര് വരിലുള്ള വേരും കൂടെ പോകും. നമ്മളുടെ ഒരു സമൂഹത്തിൽ എവറിത്തിങ് ഹാസ് ടു ബി ഇൻ എ ഹറി. പെട്ടെന്നെല്ലാം നടക്കണം, ഇൻസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ക്ലാസിക്കൽ കലകൾ, സംഗീതം പ്രത്യേകിച്ച്, എങ്ങനെ നമ്മൾ നിലനിർത്തും? അതൊരു സമൂഹത്തിൻ്റെ മനോഭാവവും പരിശീലനവും അങ്ങനെ ആയിപ്പോയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സംഗീതം നിലനിർത്തണമെങ്കിൽ, ഈ സംഗീതമെന്ന് പറയുന്ന മഹാത്ഭുതം നിലനിർത്തണമെങ്കിൽ, അതിൻ്റെ വിശുദ്ധിയിൽ നിലനിർത്തണമെങ്കിൽ വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ത്യാഗങ്ങൾ മാത്രമല്ല, ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇങ്ങനെ അത്ഭുതങ്ങളുണ്ട് ഈ ലോകത്ത്. ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതല്ല ഈ സംഗീതത്തിൻ്റെ ലോകം.
അതേസമയത്ത് മാസ്റ്റർ ചെയ്ത് തുടങ്ങിയാലോ നിനക്ക് കിട്ടുന്ന കൈവല്യം ചെറുതുമല്ല എന്ന് പറയുന്ന വിസ്മയത്തിലേക്ക് കുട്ടികളെ ഉണർത്തണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അപര്യാപ്തമാണ് എന്ന് ഞാൻ വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടില്ലെന്നല്ല, നമ്മൾ ചെയ്യുന്ന മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയുമായിട്ട് നോക്കുമ്പോൾ ഇത് ഒരു വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അത് ഏറ്റെടുക്കാൻ സംസ്ഥാനമോ ഗവൺമെൻറ്റുകളോ ഈ സമൂഹമോ കോർപ്പറേറ്റ്സോ സമ്പന്നന്മാരോ തയ്യാറാണെന്ന് ചോദിച്ചാൽ അല്ല. ഒരു ഫിലിം നൈറ്റോ അല്ലെങ്കിൽ താരനിശയോ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ 2 ഫോൺ കോൾ മതി. ഹൂ ഈസ് യുവർ സെലിബ്രിറ്റി ഗസ്റ്റ്? സോ ആൻഡ് സോ ഈസ് മൈ സെലിബ്രിറ്റി. ഓക്കെ, 5 ലക്ഷം ഞാൻ തരാം കേട്ടോ. ഞാനിത് കണ്ടിട്ടുള്ളതാണ് ഇത് നടക്കുന്നത്. ഇന്നാരാണ് സെലിബ്രിറ്റി ഗസ്റ്റ്? ഏതെങ്കിലും ഒരു സിനിമാ നടി, ആരെങ്കിലും വരുന്നു. സിനിമാ നടി മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. നടനോ നടിയോ ആരെങ്കിലും വരുന്നു, സിനിമയിലൊക്കെ പേരുള്ള ആളാണ്, ആയിക്കോട്ടെ. ഈ സ്പോൺസർഷിപ്പ് ഇത്ര പെട്ടെന്ന് സമ്മതിച്ച ആളെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അയാളുടെ 5 ലക്ഷം രൂപ മുടക്കിയാൽ അയാളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഈ പരിപാടിയുടെ ബാക്കിൽ ഇങ്ങനെ കാണുമെന്നും അത് ഒരുപാട് പേര് കാണുമെന്നും അയാൾക്ക് ഉറപ്പുണ്ട്. വാല്യൂ ഫോർ മണി അയാൾ കിട്ടണ്ടേ? നിങ്ങളുടെ ത്യാഗരാജ ആരാധന സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും വരുമോ? ഇനി വന്നു എന്നിരിക്കട്ടെ, പോട്ടെ, ഞാനൊരു സംഗീത പ്രേമി ആയതുകൊണ്ട് പോട്ടെ, 2 ലക്ഷം രൂപ പോയാലും തിരക്കേടില്ല. ഈ പരിപാടി ആര് കാണും? വാട്ട് ഈസ് ദ വിസിബിലിറ്റി ഓഫ് മൈ ഫേം? അതുകൊണ്ട് തരുമില്ല. 50,000, 20,000, 15,000 രൂപ കിട്ടിയ ഭാഗ്യം. മനസ്സിലായില്ലേ? ഓഡിറ്റോറിയം തന്നെ കിട്ടില്ല. അതെ, എന്ത് ചെയ്യും? അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഇതുകൊണ്ട് നഷ്ടമാവുന്ന എന്താണ്? ഈ തലമുറ അങ്ങ് പോകും. ഈ തലമുറ പോകാനധികം സമയമൊന്നും വേണ്ടല്ലോ. നമ്മളിങ്ങനെ പോകാനിരിക്കുകയാണ്. ആര് ഏറ്റെടുക്കും? കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് കുട്ടികളുണ്ട്. അവരേറ്റെടുത്ത് ഇത് അനന്തര തലമുറയിലേക്ക് കൊടുക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. കാരണം സംഗീതത്തിൻ്റെ ഈ അത്ഭുതമാണത്. ഈ അത്ഭുതം കൊണ്ട് എന്താണ്, ഉന്മത്തമായ ഒരു മനസ്സുമായി ഇതിനെ സമീപിക്കുന്നവരുടെ കയ്യിലല്ലേ സംഗീതം സുരക്ഷിതമാകും. അങ്ങനെയുള്ള കഴിവുകളെല്ലാം സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ പരിരക്ഷിക്കുക മാത്രമല്ല, ഉചിതമായ പരിപാടികളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഈ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ വൈശിഷ്ട്യം അറിയിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. കാരണം അത് പക്ഷേ അത്ര എളുപ്പവുമല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹം ശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയുമായിട്ട് ഇതിൻ്റെ പേസ് ഇണങ്ങുന്നില്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പേസ് കൂട്ടണം എന്നല്ല, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഇത് ആളുകൾക്ക് വേണ്ട രീതിയിൽ പാകപ്പെടുത്തി കൊടുക്കണം എന്നല്ല ഞാൻ പറയാം. നമ്മൾ ടൂറിസത്തിന് വേണ്ടി കഥകളി നടത്തണമല്ല. അപ്പോൾ ടൂറിസത്തിൻ്റെ കഥകളി എന്നാണ് ഇൻസ്റ്റൻറ്റ് കഥകളി, 20 മിനിറ്റ്സ് കഥകളിയാണ്. ഈ വേഷം കെട്ടാൻ തന്നെ വേണം 3-4 മണിക്കൂർ കേട്ടോ. എന്നാലും 20 മിനിറ്റ് കഥകളി കാശ് കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ട് കളിക്കും എന്ന് പറയും. അപ്പോൾ ഈ കാണുന്ന ടൂറിസ്റ്റിനെയോ ഇത് അവതരിപ്പിച്ച ഹോട്ടലുകാരനെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഇംഗ്ലണ്ടിൽ നിന്നൊരു മദാമ ഇത് കാണാൻ വന്നു. കഥകളി ഓഫ് കേരള, ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, ഞാൻ കാണാം. ഞങ്ങൾ 4 ദിവസം നളചരിതം കാണിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ പിന്നെ ആരെങ്കിലും കേരളത്തിൽ വരും? അത് വേറൊരു കാര്യം. അതും ആലോചിക്കണമല്ലോ, എല്ലാം ആലോചിക്കണമല്ലോ. 4 ദിവസം ഉണ്ണായി വൈരാത മുഴുവൻ കളിച്ച് നിങ്ങളെ വിടുള്ളൂ എന്ന് പറഞ്ഞ് ഇനി ഈ നാട്ടിലേക്ക് ഞാനില്ല എന്ന് ആ കുട്ടി പറയില്ലേ? അതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കഥകളിക്ക് അതിൻ്റേതായിട്ടുള്ള യുക്തിയുണ്ട്. അങ്ങനെ ഇതിനെ മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇൻസ്റ്റൻറ്റ് സംഗീതമെന്നോ ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഒരു സൗന്ദര്യം, ദിവ്യമായിട്ടുള്ള സൗന്ദര്യം നമ്മുടെ യുവതലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇനിയും ഒരുപാട് പരിപാടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള സമിതികളുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം, സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. ഇതൊന്നുമല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ തന്നെ നമുക്കിത് എത്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ദിവ്യത്വമാണ്, ഇതിൻ്റെ ഒരു ദൈവികത മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഞാനൊരു പ്രാക്ടീസിങ് മ്യൂസീഷ്യനൊന്നും അല്ലല്ലോ. പക്ഷേ കലയുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു കാര്യം അറിയാം. മനുഷ്യൻ്റെ ബുദ്ധിക്കും ധിഷണയ്ക്കും അതീതമായിട്ട് സംഭവിക്കുന്ന ഒരത്ഭുതമാണിത്. ഇപ്പോൾ പെർഫോമൻസ് നടത്തുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ എല്ലാവരും പെർഫോമേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു കച്ചേരി എങ്ങനെയാണത് സംഭവിച്ചത്? നമുക്കതിൻ്റെ യുക്തിശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. അത് സംഭവിച്ചു. അത് എന്തോ നമുക്ക് അതീതമായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പവർ നമ്മളെ ആവേശിക്കുകയാണ് ആ സമയത്ത്. അത് കലയുടെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നമ്മൾ അനന്തതയെ ഇങ്ങനെ സ്പർശിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ദൈവത്തെ സ്പർശിക്കുന്ന മുഹൂർത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള
ഇതിൻ്റെ ഒരു ദിവ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ത്യാഗരാജ സ്വാമികളെപ്പറ്റി ഞാനെന്ത് പറയാനാണ്? സംഗീതം തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവം. സംഗീതത്തിലൂടെ ആ സാധനയിലൂടെ സായുജ്യം, അതിനപ്പുറം ഒന്നുമില്ല. ആ സംഗീതത്തിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈശ്വര സാക്ഷാത്കാരം. എല്ലാ കലാകാരന്മാർക്കും വാസ്തവത്തിൽ അത് സാധിക്കും, അത്രമാത്രം ആരാധനയുണ്ട് എങ്കിൽ, സമർപ്പണമുണ്ട് എങ്കിൽ. ത്യാഗരാജസ്വാമികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കലാകാരന്മാർക്ക്, ഇവിടെ ഇരിക്കുന്ന ഒരു കലാകാരനെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ, സാധാരണ കലാകാരന്മാർക്കുള്ള ഒരു 3 അക്ഷരമുണ്ടല്ലോ, ഈ ഈഗോ, ഞാനെന്ന ഭാവം. എനിക്ക് തോന്നുന്നു സ്വാമികളുടെ ഏറ്റവും വലിയ വിജയവും അദ്ദേഹം ഇത്രയും സമാരാധ്യനായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സ്വാമി ഇല്ല അവിടെ. നിനക്ക് വേണ്ടിയിട്ടുള്ള, ഭഗവാന് വേണ്ടിയിട്ടുള്ള സമർപ്പണമല്ലാതെ ഞാനില്ല. ഞാനെന്ന പാത്രം ഒഴിച്ചു വച്ചിരിക്കുകയാണ്, ഞാനില്ല. എനിക്ക് തോന്നുന്നത് മീഡിയം കലാകാരന്മാർക്കാണ് ഭയങ്കര ഈഗോ. ഒന്നും അറിഞ്ഞുകൂടാത്തവന് ഈഗോ ഇല്ല കേട്ടോ, കുഴപ്പമില്ല. ഒന്നും അറിഞ്ഞുകൂടാ, ശുദ്ധശൂന്യമാണ്. ഇത്തിരി അറിയുമ്പോഴത്തേക്ക് നമുക്ക് ഈഗോ വരും. ത്യാഗരാജസ്വാമികളുടെ ലെവലെത്തുമ്പോൾ എന്നെ അങ്ങ് എടുത്തോ, ഞാനില്ല, നീ മാത്രം എന്ന് പറയുന്നൊരവസ്ഥ. മഹാകവി ടാഗോറിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഭാഗം ഉണ്ട്. ഈഗോയെ പറ്റി പറയുകയാണ്. നിന്നെ അറിയാൻ മാത്രമുള്ള എന്നില ഞാൻ അവശേഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം. നിന്നെ അറിയാൻ മാത്രമുള്ള എന്നില ഞാൻ അവശേഷിക്കട്ടെ, ബാക്കിയൊക്കെ ഞാനിതാ സമർപ്പിച്ചിരിക്കുക. അത് ത്യാഗരാജൻ്റെ അവസ്ഥയിൽ എത്തുന്നില്ല, അത് തൊട്ട് മുമ്പിലുള്ള അവസ്ഥയാണ്. അടുത്ത ത്യാഗരാജൻ്റെ അവസ്ഥയിൽ ഞാൻ ഒന്നുമില്ല, ഐ എം നത്തിങ്, നീ തന്നെ സർവസ്വം എന്ന് വിചാരിക്കുന്നു. ടാഗോർ തൊട്ട് മുമ്പിലാണ് നിൽക്കുക. ഒത്തിരി കൂടെ ഉണ്ട് ടാഗോറിന് എവല്യൂഷൻ ഇത്തിരി കൂടെ ബാക്കിയുണ്ടെന്ന്. നിന്നെ അറിയുവാൻ വേണ്ടി മാത്രമുള്ള എന്നിലെ ഞാൻ ബാക്കി ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ഒരു വിനയം, ഒരു സമർപ്പണം. അതുകൊണ്ട് ഈ സംഗീതാരാധന ഇവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും, ഇതൊന്നും നമ്മുടേതല്ല, ഇതം ന മമ, നമ്മളീ പഠിച്ചു വച്ചിരിക്കുന്ന സംഗീതം ഒന്നും നമ്മുടേതല്ല. ഇതെവിടെ നിന്നോ നമുക്ക് വേണ്ടി ആരൊക്കെയോ കൂടി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇതിനെ പരിപാലിച്ച് അനന്തര തലമുറയ്ക്ക് കൊടുക്കുക. ഈ ആരാധനയിലൂടെ നമ്മുടെ ആത്മാവിന് ഉത്കർഷമുണ്ടാകുക. ഈ ലോകത്ത് സംഗീതമുണ്ടെങ്കിൽ ശാന്തി ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗീതമില്ലാത്തത് തന്നെയാണ് നമുക്ക് ശാന്തി ഇല്ലാത്തതിൻ്റെ ഒരു കാരണം. സംഗീതജ്ഞന്മാർ കുറച്ച് ജയിലിലുള്ള, അറിയാമോ? ഞാൻ ഈ കുറേ കാലം ഹോം സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ചെറിയ സർവേ നടത്തിയതാണ്. സംഗീതജ്ഞന്മാർ ജയിലിൽ പോയിട്ടില്ല. കാരണം ജയിലിൽ പോകുന്ന ആരാണ്? കുറ്റകൃത്യം ചെയ്യുന്നവരല്ലേ. കുറ്റകൃത്യം ചെയ്യുന്നവന് ഈ ഭയങ്കരമായ രോഷമുണ്ടാകും. അവന് വികാരങ്ങളുടെ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണല്ലോ കുറ്റകൃത്യം ചെയ്യുന്നത്. എന്നാൽ ഈ നിരന്തരമായ ഡിസിപ്ലിനിലൂടെ കടന്നു പോകുന്ന കലാകാരന് ആത്മനിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ശാന്തി ഉണ്ടാവണമെങ്കിൽ സംഗീതത്തിൻ്റെ സന്ദേശം ആളുകളിലെത്തണം. സംഗീതം എന്ന് പറയുന്നത് ഹാർമണിയാണല്ലോ. സംഘർഷം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹാർമണി ഇല്ലാത്ത അവസ്ഥയാണ്. ജാറിങ് നോട്ട്സ്, ഈ എന്താണ്, ഈ ഖരമായിട്ട് നിൽക്കുകയാണ്, ഒന്നും അങ്ങോട്ട് സമഞ്ജസമാവുന്നില്ല. സ്വരങ്ങൾ സമഞ്ജസമാവുമ്പോഴാണത് സംഗീതമാവുന്നില്ല. സമന്വയിപ്പിക്കുക, സമ്യക്കായി വരണം. സമൂഹത്തിൽ നമുക്ക് സമ്യക്കായി നിലനിൽക്കണമെങ്കിൽ സംഗീതാരാധനയുടെ ഒരു മനഃശാസ്ത്രം നമുക്കുണ്ടാവണം. സപ്തസ്വരങ്ങളിലൂടെ എങ്ങനെയാണോ സംഗീത ലയം ഉണ്ടാകുന്നത്, ഈ സമൂഹത്തിൽ വ്യത്യസ്തരായിട്ടുള്ള അനേകം ആളുകൾ, പല ജാതി മതസ്ഥരുണ്ടാകട്ടെ, അവരെല്ലാം നമുക്ക് എങ്ങനെയാണോ സംഗീതം അനേകം സ്വരങ്ങളെ ലയിപ്പിക്കുന്നത്, നമുക്ക് അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ സംഗീതാത്മകമായി ജീവിക്കാൻ സാധിക്കും. നമുക്ക് സംഗീതമുണ്ടെങ്കിൽ സ്നേഹമുണ്ടാവും, സ്നേഹമുണ്ടെങ്കിൽ ശാന്തി ഉണ്ടാവും, ശാന്തിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങേയറ്റം സുഖകരമായി ഭവിക്കും. അതാണ് ജീവിതത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധന്യത. അതുകൊണ്ട് ഈ സംഗീതാരാധന ഒരു ചെറിയ കാര്യമല്ല. പഞ്ചരത്നകൃതികൾ പാടുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ളൊരു മനോഭാവം, വിനയം. ഇതൊന്നും എൻ്റെതല്ല എന്ന് പറഞ്ഞ് അപാരമായ സമുദ്രത്തിൻ്റെ സാഗരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിനീതനായ കലാകാരൻ്റെ വിനയമുണ്ടല്ലോ, സമർപ്പണമുണ്ടല്ലോ. അതാണ് ഈ സമൂഹത്തിന് ആവശ്യം. ഒന്നും എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്നതല്ല. ക്ഷമയോടുകൂടി ഉപാസിച്ചെങ്കിൽ മാത്രമേ ഏതൊരു ഉത്കൃഷ്ടതയും നമുക്ക് പ്രാപിക്കാൻ സാധിക്കൂ എന്ന വലിയ പാഠം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി സംഗീതോപാസന സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ
നമ്മൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന വ്യക്തികളുടെ നേട്ടങ്ങളെ മുഴുവൻ ഈ ഒരു കാഴ്ചപ്പാടിൽ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സംഗീതജ്ഞരെ ഞാൻ കാണുന്നു. അവരെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൽക്കർമ്മം തന്നെയാണ്. അവരെയും ഞാൻ നമിക്കുന്നു. ഉദാരചരിതനായിട്ടുള്ള ത്യാഗരാജ സ്വാമികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അത്യന്തം ധന്യമായ ഈ പരിപാടി നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ വിനയത്തോടെ, നല്ല ചിന്തകളോടെ, നല്ല പ്രാർത്ഥനകളോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി. അടുത്തതായി ആദരിക്കുന്ന ചടങ്ങാണ്. കലാകേന്ദ്രത്തിലെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ സ്വാതി പുരസ്കാരം ലഭിച്ച പ്രൊഫസർ PR കുമാര കേരളവർമ്മ സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദരിക്കുന്നതിനായി ജയകുമാർ സാറിനെ ക്ഷണിച്ചോളൂ. അടുത്തതായി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ഡോക്ടർ KR ശ്യാമ സംഗീതം മാഡത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ഡോക്ടർ N സമ്പത്ത് വയലിൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ജയകുമാർ സാറിനെ പൊന്നാട അണിയിക്കുന്നതിനായി ശ്രീമതി ശോഭന ജോർജ് XMLA മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയകുമാർ സാറിന് ഉപകാരം നൽകുന്നതിനായി കലാകേന്ദ്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബാലചന്ദ്രൻ IAS സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു വാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് ആരാണ്? ഇല്ലല്ലോ, ഇപ്പൊ കൃതജ്ഞത പറയാറായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. പ്രാർത്ഥനാപൂർവം എല്ലാം ഭംഗിയായി ഭഗവാൻ നടത്തി തരട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. അതുപോലെ അദ്ദേഹത്തെ പ്രത്യേകം നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ജയകുമാർ IAS അവരുകളെ വളരെ സന്തോഷത്തോടെയും ആദരവോടെയും അദ്ദേഹത്തിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.